സ്കൂളുകളിലെ ഉച്ചഭക്ഷണ പരിപാടി കാലാനുസൃതമായി മാറ്റം വരുത്തുന്നതിന് നിർദ്ദേശങ്ങൾ സ്വീകരിക്കുന്ന സാമൂഹ്യ ഓഡിറ്റിംഗ് കാസർഗോഡ് ജില്ലയിൽ പൂർത്തീകരിച്ചു. നിലവിലെ സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതി കൂടുതൽ മെച്ചപ്പെടുത്തുവാൻ താഴെത്തട്ടിൽ നിന്നും നേരിട്ട് നിർദ്ദേശങ്ങൾ സ്വീകരിക്കുന്ന ഓഡിറ്റ് ചെറുവത്തൂർ ഉപജില്ലയിലാണ് ചൊവ്വാഴ്ച നടന്നത്. നിങ്ങളുടെ സ്വപ്ന ദിനങ്ങളെ അവിസ്മരണീയമാക്കാൻ ശുഭമുഹൂർത്തങ്ങൾക്ക് ശോഭയേകാൻ ഇനി ശോഭിക മാത്രം. ശോഭിക വെഡിങ്സ് ബിഗ് മാൾ കാഞ്ഞങ്ങാട്. പ്രധാനമന്ത്രി ശക്തി നിർമ്മാൺ പദ്ധതിയുടെ ഭാഗമായാണ് ജില്ലയിലെ തിരഞ്ഞെടുത്ത 4 ഉപജില്ലകളിൽ ഓഡിറ്റ് പൂർത്തിയാക്കിയത്. കാസർഗോഡ്, ബേക്കൽ, മഞ്ചേശ്വരം ഉപജില്ലകളിൽ സാമൂഹ്യ ഓഡിറ്റ് നേരത്തെ പൂർത്തിയാക്കിയിരുന്നു. ചെറുവത്തൂർ ഉപജില്ലാ തലത്തിൽ നടന്ന സാമൂഹ്യ ഓഡിറ്റിന്റെ ഭാഗമായി ചെറുവത്തൂർ ഗവൺമെന്റ് വെൽഫെയർ UP സ്കൂളിൽ പബ്ലിക് ഹിയറിംഗ് നടത്തി. 2023-24 വർഷത്തിൽ ചെറുവത്തൂർ ഉപജില്ലാ പരിധിയിലെ മലയോരത്തെയും തീരദേശ മേഖലയിലെയും സർക്കാർ സ്കൂളുകൾക്കൊപ്പം എയ്ഡഡ്, സ്പെഷ്യൽ സ്കൂളുകൾ എന്നീ വിഭാഗങ്ങളിലെ 6 സ്കൂളുകളിൽ അഥവാ പൂളുകളിൽ സ്കൂൾ സഭകളിലെ റിപ്പോർട്ടുകൾ അവതരിപ്പിച്ച് ചർച്ച ചെയ്ത് അംഗീകരിച്ചാണ് പബ്ലിക് ഹിയറിംഗിൽ അവതരിപ്പിച്ചത്. 6 സ്കൂളുകളിലെ 5 പേർ ഉൾപ്പെടുന്ന രക്ഷിതാക്കളുടെ ടീം പരിശോധിച്ച് അവതരിപ്പിച്ച് ചർച്ച ചെയ്ത് ഓഡിറ്റ് ചെയ്ത റിപ്പോർട്ടാണ് സമർപ്പിച്ചത്. അടുക്കള, സ്റ്റോർ, പാത്രങ്ങൾ, പച്ചക്കറിത്തോട്ടം, ആരോഗ്യ പ്രവർത്തനങ്ങൾ എന്നിവ പരിശോധനയ്ക്ക് വിധേയമാക്കി. പബ്ലിക് ഹിയറിംഗിൽ എല്ലാ സ്കൂളുകളിൽ നിന്നും രക്ഷിതാക്കൾ, അധ്യാപകർ, ഉച്ചഭക്ഷണ കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ ഉൾപ്പെടുന്ന 20 പേർ വീതമാണ് പങ്കെടുത്തത്. കേന്ദ്ര സർക്കാർ നിർദ്ദേശത്തിൽ കേരള സർക്കാർ വിദ്യാഭ്യാസ വകുപ്പ് കിലയുടെ സഹകരണത്തോടെയാണ് സാമൂഹ്യ ഓഡിറ്റ് നടപ്പാക്കുന്നത്. വെൽഫെയർ UP സ്കൂളിൽ നടന്ന ചടങ്ങിൽ ചെറുവത്തൂർ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ രമേശൻ പുന്നത്തിരിയൻ പദ്ധതി വിശദീകരിച്ചു. നമുക്ക് നടത്താമെന്ന് നമുക്ക് പറയാനോ അല്ലെങ്കിൽ നടക്കില്ലെന്ന് പറയാനോ പറ്റില്ല. അപ്പം ഇത്തരത്തിലുള്ള ചിലപ്പോൾ ചില ഏരിയകളിൽ ചില പ്രശ്നങ്ങളുണ്ടാവും, പരിമിതികളുണ്ടാവും. ആ പരിമിതികൾ കൂടി കണ്ടെത്തുക, അതിനെ എങ്ങനെയൊക്കെ നമുക്ക് ഗവൺമെൻറ് ഭാഗത്ത് നിന്നല്ലെങ്കിലും നമുക്ക് എങ്ങനെ വിദ്യാലയ അന്തരീക്ഷത്തെ മെച്ചപ്പെടുത്തിയെടുക്കാൻ വേണ്ടി പറ്റും. അപ്പം അതിന് PTA പങ്കാളിത്തമുണ്ട്. PTA അല്ലാത്ത രക്ഷാകർത്താക്കൾ, ഇപ്പോൾ PTA ജനറൽ ബോഡിയിലൊക്കെ പങ്കെടുക്കാത്ത രക്ഷാകർത്താക്കൾക്ക് ചിലപ്പോൾ ചില സാഹചര്യങ്ങൾ പറയാനുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇതിൽ PTA അല്ലാത്ത രക്ഷാകർത്താക്കൾ തന്നെയാണ് സോഷ്യൽ ഓഡിറ്റിംഗിൽ പങ്കെടുക്കേണ്ടത് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം. ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ K രമണി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗം മഹേഷ് വെങ്ങാട്ട്, താലൂക്ക് സപ്ലൈ ഓഫീസർ A മാധവൻ പോറ്റി, കില ഫെസിലിറ്റേറ്റർമാരായ C രാജാരാമ, PK മുകുന്ദൻ, ന്യൂൺ മീൽ ഓഫീസർ K ഉഷാദേവി, സ്കൂൾ പ്രധാനാധ്യാപിക PM സിന്ധു എന്നിവർ സംസാരിച്ചു. ഉറുമിസ്ത്രക്കരിപ്പോർ, ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ.